ഹലോ, എല്ലാവർക്കും ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ റിസോർട്ടിൽ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ എണിച്ചു. നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുകളിൽ കാണാം ചൊക്രമുടി പീക്കാണ് ആ കാണുന്നത്. അപ്പോൾ ആ മലയൊന്ന് കയറാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങൾ നേരെ മല കയറാനുള്ള വഴിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് ചൊക്രമുടി പീക്ക്. ഏകദേശം 7200 അടി ഉയരത്തിലാണ് ചൊക്രമുടി പീക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും ആനമുടി, കുടിമുടി, ഇടുക്കി അണക്കെട്ട് എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കഷ്ടപ്പാടുണ്ട്. പിന്നെ പറഞ്ഞു വെറുതെ കയറാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് ഗെയ്സ് അവരൊക്കെ അവിടെ എത്തി. ഗെയ്സ് നമുക്കും പതുക്കെ പുറകെ എത്തണം. ആ അങ്ങനെ ചെറിയ നിസ്സാര വിഷയമില്ലാത്ത സ്നേഹമുള്ള ജീവികളൊക്കെ ഉണ്ടാവുള്ളൂ. ആ കാണാണ് നമ്മുടെ റിസോർട്ട്. അവിടെ നിന്നാണ് ഈ റിസോർട്ട് പണിയുന്ന റിസോർട്ടിൻ്റെ ഈ വഴിയാണ് ഇങ്ങനെ കയറി ഇവിടെ എത്തിയേക്കുന്നത്. ഗെയ്സ് ഏത് ആളേതൊക്കെ തട്ട് ഇത് ഇത്രയും കൂടി ഉള്ളൂ. ആ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്പോട്ട് എത്താറായി. എങ്ങോട്ട് ആ മമ്മ പോണ പുറകെ പോയി ആയിക്കോട്ടെ, തിരിച്ച് അവിടെ വന്നോളൂ. ഭൂമി വരുന്നതല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്താ. അൻഷേ ഇന്ത്യക്കാരുടെ ഉപഗ്രഹം പോലെ എങ്ങോട്ട് വാ. മാമന്റെ സ്റ്റിക്ക് എന്തിയേ? ചാർജില്ലേ? ഇവിടുന്ന് അത്തേക്ക് പോവാണെങ്കിൽ എല്ലാം കിട്ടില്ലേ? അവിടെ പിടിച്ചിട്ടാ പോട്ടെ എടാ ഇവിടെ സൂക്ഷിച്ച് കട്ടിങ് കണ്ടാ. അത് കടിച്ച് കണ്ടച്ചിരിക്കുന്ന കാര്യം. ഞാനൊക്കെ ചൂട്ടിട്ടേക്കാം. മമ്മു വീടെടുത്തിട്ടാ നമുക്കിപ്പോ ഇവിടെ പോണ്ടേ? ഈ മലയാണോ അപ്പുറത്തെ മലയാണോ? ആ എടുക്കണ്ട. ഞങ്ങൾ അതില് വരാം. നിങ്ങൾ കയറിക്കോ.
കമ്മിങ് ഓ ഇനി അങ്ങോട്ട് പോയി നടക്കണ്ടേ അഞ്ചാക്ക് വഴി വേറെ വഴിക്കുന്നോ യൂട്യൂബില് റീൽസ് ആട്ടോ വരാനുള്ളാട്ടെ ഇളയമാടെ കാര്യം പറഞ്ഞ ഇളയമാക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാ മതി ഫോറസ്റ്റ് അവിടെ നിക്ക് ഷാവി ചിരിച്ച് ഗൈസ് ഫോക്സ് പിടിച്ചു ഗൈസ് വിസ്മിത തിരിച്ചോടി വീണു അമീറലിനെ കാണാനില്ല ഗൈസ് അല്ല അമീറലെ പക്ഷെ ജീവികളെ കാണാനില്ല മര്യാദക്ക് ചോദിച്ചിട്ട് കയറിയാ മതിയായിരുന്നു ഏതാ വഴിന്ന് ചേട്ടാ താഴ്ത്തി പറയാതെ ഞങ്ങള് വീട്ടിൽ പോയത് അന്വേഷിക്കാതെ കേറിയിട്ട് ഞങ്ങളുടെ വിട്ടാണ് അതോടെ ബോർഡൊന്നും കണ്ടില്ലല്ലോ റോഡ് നമ്മൾ അവിടെ വെക്കുന്നത് ഇന്നലെ വന്നതിനിപ്പോ അതിന്റെ മുകളിൽ ഒരു സായിപ്പ് മോതാൻ ഇരിക്കുന്നത് ഞങ്ങള് ചിരിക്കുമ്പോൾ ചാലിൽ ലീവ് ഞങ്ങളുടെ കഞ്ഞി പൊടിക്കുന്നു സത്യം പറയുമോ ഇല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ട് ഈ ഫോൺ കുഞ്ഞോർത്തടി ജയങ്കർ സാറെ വിളിച്ചുകൊണ്ടെങ്കിൽ പക്ഷെ അവിടെ ശരിക്കും നല്ലൊരു വഴിച്ചാലും കിട്ടും അത് ഞങ്ങള് താഴത്തെ റിസോർട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് കയറി കഴിഞ്ഞാൽ അവരെ ഉൾപ്പെടെ ഞങ്ങൾ കേസെടുക്കും അനിരുദ്ധമായിട്ട് വകുപ്പിൽ കേസെടുക്കും എന്തിനാ പിന്നെ എന്നിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് തെറിയാക്കാൻ ഞാൻ പോയേ ഈ മല തന്നെ ഇടിഞ്ഞു മോളി കയറിയ നമുക്ക് മലയാറ്റൂര് മലയാറാം കേറ് ഇറങ്ങിപ്പോ ഞങ്ങൾ ഫോറസ്റ്റുകാർ പിടിച്ചു ഗൈസ് ബിസിനസ് വീണു ഗൈസ് വീണു 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 അമ്മർക്കാക്കാം ഇത് ബ്രിട്ടീഷുകാരാണ് ബിൽഡിംഗ് പിന്നെ അതെ അല്ല ബ്രിട്ടീഷുകാരാണ് ബിൽഡിംഗ് അല്ലേ ഒറ്റടിക്ക് വിളിങ്ങി എല്ലാ ആവശ്യമായ ഇനി ഇറങ്ങണോ അടച്ചോനെ അവരേക്ക് ഇത്ര ആളാണ് കെടുക്കുകയായിരുന്നു ഇവര് ഇത്ര പെട്ടെന്ന് ഇവര് വന്നിട്ടില്ല അഞ്ചാകാരം വൈൻഡപ്പ് പറഞ്ഞോ വൈൻഡപ്പ് പറഞ്ഞോ ഞാൻ കുടിച്ചാണിത്
ഇത് ഞാൻ മാത്രമല്ല കേട്ടോ വീഡിയോയുടെ അകത്ത്. പിന്നെ സിനിമയില് കള്ളന്മാര് വന്ന് ഗൈസ് ഞങ്ങൾ മൂഞ്ചി ഗൈസ്. ഞങ്ങൾ എല്ലാ പ്ലാനിങ്ങും ഫോറസ്റ്റ് ആയിട്ട് പിടിച്ചു ഗൈസ്. ചെറുതായിട്ട് മിസ്സായി. ആരെങ്കിലും വേനെടുക്കണോ പിന്നൂത്തും പോലെ ഇവിടുന്ന് രണ്ടാമത്തെ വെള്ളയുടെ പോകണം. അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഓരോരുത്തർ ആധാർ കാർഡും ഫോൺ നമ്പറും വീട്ടിലുള്ള ഒരാളുടെ നമ്പർ അടക്കം കൊടുത്തിട്ട് വേണം മുകളിലേക്ക് കയറ്റിവിടാൻ. അപകട മേഖലയും. അപ്പോൾ അതുകൊണ്ട് അത്ര ഇതുള്ളതുകൊണ്ട് നമ്മൾ ഇത്ര ഒരു ടിക്കറ്റ് കുറച്ച് തരാനോ അങ്ങനെയുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് പോകണ്ട. പിന്നെ നമ്മൾ നമുക്ക് അറിയാൻ പാടില്ല ഇവിടെ ഇങ്ങനെ ടിക്കറ്റിൽ നമുക്കൊന്നും അറിയാൻ പാടില്ല. നമുക്ക് ഞങ്ങൾക്ക് പോകാം. പിന്നീട് ദിവസം സമാധാനത്തിൽ ഒന്ന് കയറാം. ഞങ്ങൾ ഞങ്ങളുടെ പ്രയത്നം ഉപേക്ഷിച്ച് തിരിച്ച് നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങള് ചക്രമുടി വ്യൂ പോയിന്റ് ഫോറസ്റ്റ് ചക്രമുടി ട്രക്കിംഗ് പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് എടുക്കാണ്ട് ഞങ്ങൾ ഇല്ലീഗലായിട്ട് കയറി ഞങ്ങൾ പിടിച്ചു ഗെയ്സ് ഫോറസ്റ്റ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റായിട്ട് പതിച്ചിറങ്ങി പോകുന്നു. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല ഗെയ്സ്. ആർക്കും പറ്റും. ഞങ്ങളെ സിനിമയിലുള്ള മറ്റേ ഈ ഇവന്റെ ആലയിലുള്ളവന്റെ പേരുന്നോട്ട് ആ സിനിമയിലുള്ള തൊഴിലാണ് ആ പ്രേമത്തിലുള്ള ഓർഡർക്കാന്നില്ലേ. ആ ശരി ഷറഫുദ്ദീൻ. ആ ഷറഫുദ്ദീൻ ഒരു സിനിമ പറയും ലോക്കാട് ക്യാപ്പിൽ പോയിട്ട് നമുക്ക് റിസോർട്ടിൽ ഇന്നൊന്നും ഉപയോഗം. എല്ലാവരും ഇരിക്കും. ഞങ്ങളിപ്പോൾ എസ് ആർ കെ എന്നതാ SRKയുടെ പോസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗായ്സ്. ഗെയ്സ് അങ്ങനെ ചക്രമുടി ട്രക്കിംഗ് കഴിഞ്ഞു. SRKയുടെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് എത്തിയേക്കാണ്. ഇത് റിസോർട്ടിൻ്റെ ജസ്റ്റ് ഒരു ബ്രൗഷറാണ്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്ക് ബ്രൗഷറൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടൻ ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് വരുന്നത് ഇഡ്ഡലി, അതേപോലെ സാമ്പാർ, ചട്നി, ബ്രെഡ്, ഓംപ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇഡ്ഡലിയാണ് ഇഡ്ഡലി പോകണം. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെ എല്ലാ ഇതും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 11 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പാക്കപ്പ് ചെയ്യാണ്. ഇനി നേരെ ഞങ്ങളൊന്ന് പോകുന്നത് MSR ഗ്രേപ്പ് ഗാർഡൻ, നമ്മുടെ കമ്പ് തേനിയിലുള്ള മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെയും കൂടി വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ യാത്ര അവസാനം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ ബൈ.
തേനിക്ക് പോകുന്ന വഴിയിൽ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഗെയ്സ്. നല്ല അഴപാര കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന, റോഡ് പോലും കാണാൻ പറ്റാത്ത അത്രക്കും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ആളുണ്ടല്ലേ? വെള്ളമാണോ? ആ പോട്ടെ, എങ്കിലും പോട്ടെ, നമുക്ക് നമ്മുടെ പാട്. എന്നിട്ട് ബാബാ കയറി കയറി വിട്ടു വിട്ടു കയറി കയറി. ഇഞ്ചി ഓതിട്ട് കയറാം, ഓതിട്ട് പോട്ടാ, ഓതിട്ട് പോ. റോഡ് കണ്ട് തന്നെ പേടിയായിട്ട് വെള്ളം. ഗെയ്സ്, നമ്മളുടെ ബോഡി മറ്റുന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡിൽ ഉള്ളൊരു അപകടമാണ് കാണുന്നത്. എല്ലാം വെള്ളമാണ്. ഇപ്പോൾ ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ, ഒരാളും കൂടി ഇറങ്ങാനുണ്ട്. കണ്ട ഈ കാണും ഇവിടെ മണ്ണിടിഞ്ഞേക്കായിരുന്നു. അമ്മ തട്ടിയിട്ട് കല്ല് നല്ല സ്പീഡ് കണ്ടായിരുന്നു, അടിച്ചിട്ട് നേരെ കീഴ്പോയി മറിഞ്ഞു. നല്ല മറിഞ്ഞിട്ടുണ്ട്. നല്ല ലൈവാണ്, ലൈവ് അപകടമാണ്. ആളിറക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. ഇന്ന് വീണല്ല, ഇനി പോരിട്ടത് പഴയതാ, ഇനി കുറെ പോരാണ്ട്. ഗെയ്സ്, ഒരുപാട് സമയങ്ങൾക്ക് ശേഷം നമ്മൾ MSR ഗ്രേപ്സ് കമ്പത്ത് എത്തിയേക്കാണ്. ഇത് നേരെ മുന്തിരി തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മുന്തിരീസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് വാങ്ങാനും കാണാനും പർച്ചേസ് ചെയ്യാനുള്ള എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ പെറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിരും. എവിടെ നിൽക്കുക? അവിടെ നിൽക്കുക. ഇവിടെ തിരക്കാം, ക്രൗഡാണ്. ഇവിടെ സെയിലുണ്ട് ഇവിടെ അകത്ത്. ഇപ്പം മേടിക്കുന്ന ലാഭോ? അവിടെ 80 രൂപ 90 രൂപ ഉണ്ടോ? ആ അത് ഇതില്ലാത്തല്ലേ? വായോ എല്ലാവരും ഇല്ലേ? ഇവിടെ എടപ്പോടാ. ഊട്ടിക്കാ? അല്ലാണ്ട് ജൈവ വളത്തിലുണ്ടാക്കാനാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഫോട്ടോ എടുക്കാനാ? ഫസലിനാണ്ട് ഏൽപ്പിക്കുക. ഫസലിന്റെ എടുത്തെടുക്ക്. ഫസലിന്റെ എടുത്താ? ഫസല് ഉറങ്ങണ? എല്ലാരും ഫോട്ടോ എടുത്തു കൊടുക്ക്. എന്നെ ഏൽപ്പിച്ചേക്കണ്ട. ഓരോ സെക്ഷനും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ പാകമായി വരുന്നുള്ളൂ. അവിടെയാണ് നമുക്ക് പോകേണ്ട സെക്ഷൻ. സീൻ്റെ തല മുട്ടും. ഇത് 5 അടി 5 ഇഞ്ച് ഹൈറ്റ് ആരുടെ സ്ഥലം. അങ്ങോട്ട് വാ. ക്യാമറയൊന്നുമില്ല, ഞങ്ങൾ പറിച്ചു തരാറുള്ള. അതുകൊണ്ട് ഒരു പരിധി വിട്ടുള്ള പറയുന്നു വേണ്ട കേട്ടോ. കൈ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലാണ്. ഗൈസ്, ഇത് നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ പോണ നമ്മൾ നടക്കുന്നുണ്ട്. ഗൈസ്,
നമ്മുടെ യൂട്യൂബർ ഷെജി ബ്രോ അവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ്. ഇതേ നമ്മുടെ യൂട്യൂബർ ഷെജി ബ്രോയുടെ ചാനലിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഗായ്സ്. നമ്മളിതാ ശാമ്പ റൂബി മുന്തിരി എവിടെയാണ് ഗൈസ്? അപ്പം നമ്മൾ ഇവിടെ മുന്തിരിമ തൊട്ടാൽ 500 രൂപ ഫൈൻ ഉണ്ടാക്കി. യൂട്യൂബിൽ ലൈവ് കേട്ടോ വെറുതെ മൊത്തം അപ്പൊ മുന്തിരി എന്നോട് പറഞ്ഞിട്ട് മുന്തിരി ഇവിടെ ഇതേ സെറ്റിക്ക് കീഴെ നമുക്ക് ഇതേ ആള് പഠിക്കുന്ന സമയത്ത് വിസിറ്റേഴ്സ് സ്റ്റാൻഡിലാണ് പഠിക്കുന്നത്. മൂന്ന് നെക്സ്റ്റ് ഞങ്ങൾ മുന്തിരി മേടിക്കാൻ പോകണം. 3 കിലോ 180 3 ബോക്സ് ഉണ്ട്. ഞങ്ങൾ 3ന്റെ അടുത്തല്ല എന്നാ കുടിച്ചു മൂന്ന് മേടിച്ചതാ. കുടിക്കുക വണ്ടിയിൽ നിന്ന് കുടിക്കല ഇതാണ് പിന്നെ തരാം എല്ലാവർക്കും തരാം. മതിയാ ഏറ്റവും കുറഞ്ഞത് 3 കിലോ അല്ലേ?